ഹായ് അസ്സലാമലൈക്കും. ഞാനും എൻ്റെ ഫാമിലി ഒരു യാത്രയിലാണ്. ആ യാത്രയിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളങ്ങോട്ടാ പോകുന്നത്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഫൗസിയ ബഷീർ. അപ്പോൾ ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ ജഗതി പറഞ്ഞ പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. സാധനങ്ങളൊക്കെ വെച്ച് പെട്രോളൊക്കെ സെറ്റാക്കി ഇനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പഠിച്ചോനെ നിങ്ങൾ കാത്തോളി. ഇത് വയനാട് ചുരമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വ്യൂ പോയിന്റ് എത്തി. മൂപ്പര് പിടിച്ച് വലിച്ചിറക്കിയതാണ്. പുറത്താണെങ്കിൽ നല്ല തണുപ്പും പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണുന്നില്ലേ, ഇരുടത്ത് ഇങ്ങനെയാണെങ്കിൽ രാവിലെ എന്തായിരിക്കും സ്ഥിതി. അങ്ങനെ നമ്മൾ കൽപ്പറ്റ ടൗണിലെത്തി. ഇതാ മഴേൻ്റെ ആ ഭംഗിയുണ്ട്. സമയം 6 മണിയായിട്ടുള്ളൂ. എവിടെ ഉറക്കമൊന്നും എണീറ്റില്ല എന്ന് പറഞ്ഞു. കാരണം തണുപ്പല്ലേ, വയനാട്ടിൽ പ്രത്യേകിച്ച് നല്ല തണുപ്പാണ്. കാർമേഘങ്ങളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പുക ആയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. എനിക്ക് നിങ്ങൾ കാണാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനത് ആകാശത്ത് മഞ്ഞ മേഘങ്ങളൊക്കെ വരാൻ തുടങ്ങിയൊക്കെ കണ്ണ് തുറന്നു തുടങ്ങി. മഴ പെയ്തുകൊണ്ടാണ് ഇത്രയ്ക്കും ഒരു ഭംഗി കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച ഞാൻ കാണിച്ചു. ഇവിടെ ഒരാൾ കിടന്നുറങ്ങണത്. മൂപ്പരാളെ പണിയാണ് ഇതൊക്കെ വീഡിയോ എടുത്ത്. മൂപ്പര് കൂടെ ഡ്രൈവിങ്ങിന് ഉണ്ടാകുമ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ല. മൂപ്പര് അത്രക്കും പെർഫെക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഒരു പേടിയില്ലാതെ മൂപ്പരെ കൂടെ പോവാം. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഉറങ്ങിയത്. മൂപ്പർക്ക് ഉറക്കമില്ല. അങ്ങനെ അങ്ങനെ എന്നാൽ വരി, ഞങ്ങൾക്ക് ഞാൻ കുറച്ച് നേരത്തെ എണീക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം. ഒന്നിനൊക്കെ കാണുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒരുപാട് മാഷാ അല്ലാഹ് ഒരുപാട് കാണാൻ പറ്റി. എന്തൊരു രസമാണെന്നറിയാം കാണാൻ. എല്ലാ വിധത്തിലുള്ള മാനുകളുണ്ട്. ഒരുപാട് നമ്മളൊക്കെയാണല്ലോ നേരം വൈകി എണീക്കുന്ന ആൾക്കാർ. ഇവരൊക്കെ അതിരാവിലെ എണീക്കുന്നുണ്ടായിരിക്കും. ഇവരെ കാണാൻ ഇത്രക്കും ഭംഗി. അങ്ങനെ നമ്മൾ മുത്തങ്ങ ബോർഡർ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒരു പള്ളി കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ പള്ളി, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ഡ്രൈവ് കെയർഫുള്ളി. അപ്പോൾ ഇവിടെ ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. കാരണം ഇവിടെ ഒരു ഇത്തൻ്റെ കടയുണ്ട്, നല്ല ചായയും കടികളൊക്കെ കിട്ടും. ഇനി നമ്മൾ കാട് കയറാൻ വേണ്ടി പോവുകയാണ്. കർണാടകയും ബന്ദിപ്പൂർ ഫോറസ്റ്റൊക്കെ കയറേണ്ട ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇനി ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഹോട്ടലിൻ്റെ പേരൊക്കെ നിങ്ങൾ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്നൊരു ചായയും കാപ്പിയും കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും സീറ്റിലിരുന്ന് സെറ്റായി ഫാമിലി. അപ്പോൾ എന്താണ്, ഞാനൊരു കോഫിയും പിന്നെ ചെറിയ കടിയുണ്ടായിരുന്നു, അതെടുത്തു. മോളൊക്കെ നല്ല ഉറക്കിൻ്റെ അതേ മൂഡിലാണ്. ചായ കുടിച്ചപ്പോഴാണ് ഒന്നും ഉഷാറായത്. അതിനുശേഷം വീണ്ടും അതാ ഒരുപാട് മാനുകളെ കണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കണ്ടില്ലേ എന്തോരം മാനുകളാണ്. എന്തൊരു രസമറിയാം കാണാൻ. ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ ടൈഗർ. ഇതിൽ ടൈഗർ ക്രോസ് ചെയ്യുമെന്നുള്ളൊരു ബോർഡ് കണ്ടില്ലേ നിങ്ങളപ്പോൾ? വളരെയധികം കെയർ ചെയ്യുക. ഇനി നമ്മളിതാ കേരള വിടുകയാണ്. നീല ബോർഡ്, നന്ദി വീണ്ടും വരിക. കേരളത്തിന് നമ്മൾ മാറി ഇനി കർണാടകയിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ അതാ ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി, ബന്ദിപ്പൂർ ഫോറസ്റ്റായി. അവിടെ ഒരു ബോർഡ് കാണുന്നില്ല നിങ്ങൾ? ആ ബോർഡ് ഡീറ്റെയിൽസാണ്. ഈ ബോർഡ് മൈസൂരിലേക്ക് ഇത്ര കിലോമീറ്റർ, ഓരോ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ എന്നുള്ളത് കാണിക്കുന്ന ബോർഡാണിത്. പിന്നെ നമ്മളിതാ അതവിടെ ബോർഡർ എത്തിക്കഴിഞ്ഞ്. ഈ ബോർഡർ എന്ന് പറയുമ്പോൾ ഇത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം നൈറ്റ് 9 മണി വരെയാണ് സമയം. അത് കഴിഞ്ഞാൽ ക്ലോസ്ഡാണ്. പിന്നെ നിങ്ങൾ ബോർഡ് കണ്ടില്ല, ഇവിടെ ടൈഗർ ഇറങ്ങാൻ സാധ്യതയുണ്ട്.
അപ്പോൾ വളരെയധികം കുഞ്ഞിന് ഇവിടെ നോക്ക്, അറൂസ് നോക്ക്, കുഞ്ഞിനെ കണ്ടോ? അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞാൽ നമുക്കിതാ സൺഫ്ലവർ കാണാം. അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ഓരോരുത്തർ വെയിറ്റിങ്ങിലാണ് അകത്തേക്ക് കിടക്കാൻ. ഒരാൾക്ക് 20 രൂപയാണ് അകത്തേക്ക് കയറണമെങ്കിൽ. അപ്പം അതൊക്കെ കൊടുത്തിട്ട് ഞാനിതാ അതിൻ്റെ അകത്തേക്ക് പോവാണ്. എന്താ ഭംഗി കാണാനായിട്ട്. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. ഞാനും അകത്തേക്ക് വന്നു. കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് ക്ലിപ്പൊക്കെ എടുത്ത് എന്താ ഭംഗി എന്നറിയാം. ഫ്ലവർ അടിപൊളിയായിരുന്നു. സൂര്യകാന്തിയാണ്. ഒരുപാടുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്നതാണ് അവർ. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അതൊക്കെ അടിപൊളി. അങ്ങനെ നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട ടോൾ ഗേറ്റിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കൈമിൽ ഫാസ്റ്റാഗ് ഉള്ളതിനെ കൊണ്ട് നമുക്ക് അധികം നേരം അവിടെ നിൽക്കേണ്ടി വന്നില്ല. വേഗം കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റി. അതിൽ തന്നെ കർണാടകയിലെ കുട്ടികളത് വരി വരിയായിട്ട് സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഇതാ ലെഫ്റ്റിലേക്ക് മൈസൂർ, റൈറ്റിലേക്ക് ഊട്ടി, പിന്നെ കൊല്ലകൾ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് എവിടെ പോകേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിലേക്കാണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. വാവ്, മസനഗുഡി വഴിയിലാണ് ഊട്ടിയിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും. ഞാൻ കഴിവിൻ്റെ പരമാവധി ഞാനിത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊരു അമ്മൂമ്മനെ കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ ഒരു രസമാണ്. നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഈ ക്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു ട്രിപ്പ് പോയത്. അതുകൊണ്ട് ഞായറാഴ്ച മസനഗുഡി വഴി പോകുമ്പോൾ നല്ല ക്യൂ ആയിരിക്കും. ഒരുപാട് ടൂറിസ്റ്റ് ഉള്ളതിനെ കൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ 20 രൂപ കൊടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. പിന്നെ അതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് ഈ കാണുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളോട്ടേക്ക് നമ്മൾ പോവാണ്. അവിടെ കണ്ടില്ല ഒരു മരം കുത്തി. ഇതൊക്കെ നല്ലൊരു രസമുള്ള കാഴ്ച തന്നെയാണ്. അങ്ങനെ ഇവിടെ ഒരു ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടോ? അതാ പല ഇൻസ്ട്രക്ഷനാണ് കാട്ടിലേക്ക് പോകുമ്പോൾ. എന്താ വെച്ചാൽ കാട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരു കാരണത്താലും വണ്ടി അവിടെ നിർത്താൻ പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല, വീഡിയോസ് എടുക്കാൻ പാടില്ല. പിന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ആന ഉണ്ടെന്ന് ഡു നോട്ട് സ്പീഡ് കുറയ്ക്കുക. സ്പീഡ് വളരെയധികം കുറച്ചിട്ട് പോവുക. നമ്മൾ ഒരു പക്ഷേ മൃഗങ്ങളെ കാണുന്നില്ലായിരിക്കാം, പക്ഷെ മൃഗങ്ങൾ നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടെ വണ്ടി ഓടിക്കുക. പിന്നെ ഇത് സാധാരണ കുരങ്ങല്ല, നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റുന്ന കുരങ്ങല്ല. ഇതൊക്കെ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന കുരങ്ങാണ്. ഇതിൻ്റെ പേര് ഹനുമാൻ കുരങ്ങ്. ഹനുമാൻ കുരങ്ങിൻ്റെ പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാടുകളിൽ, ഈ യാത്രകളിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വമ്പന്മാരെ കാണിച്ചു തരാം. കാട്ടിലെ വമ്പന്മാരിതാ ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത്. അച്ഛനും അമ്മയും അതിൻ്റെ കുഞ്ഞും വരെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയതാ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. അതൊക്കെ എന്താ രസം എന്നറിയാതെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. ഇവിടെ ഹനുമാൻ നല്ലൊരു വൈബ്. രണ്ട് ഭാഗത്തും കാട്, നടുവിലൂടെ മൈസൂർ ടു ഊട്ടിയിലേക്ക് പോകുന്ന ബസ്, തമിഴ്നാടിൻ്റെ ബസ്. ഇപ്പോൾ നല്ലൊരു ഇളയരാജൻ്റെ ഒരു പാട്ട്. പോകും പാത ദൂരമേ, വാഴും കാലം കൊഞ്ചമേ, ഒരു കാതൽ കടിതം വിഴി പോടും, ഒന്ന് കാണും സകലം വരക്കൂടും.
பார்க்கும் பார்வைகள் பூவாகும், நெஞ்சுக்குள் தைக்கின்ற முள்ளாகும், கண்ணே உன் கண்பட்ட காயம். ഇനി ഇതാ ഈ ഭാഗത്ത് ലെഫ്റ്റിലേക്കാണ് മസനഗുഡി. ഇതിലേ പോയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് പോയി നോക്കാം. ഒരുപാട് കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. പല കളറിലുണ്ട്. സെൽഫി എടുക്കാൻ പറ്റുമോ? ഇവിടെ കരടി ഉണ്ട് തോന്നിട്ടോ മക്കൾ. അതാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഊട്ടിയിലേക്ക് വെറും 29 കിലോമീറ്റർ ആണ്. ഹായ് ഗായ്സ്, ഇവിടെ ഒരു മാഷാ അല്ലാ ഇവിടെ ഒരു മക്കാമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ മക്കാമ്? പിന്നെ പൂവുകൾ അതാ ഒന്നും പറയാനില്ല, അത് കാണേണ്ട തന്നെയാണ്. ഹായ് ഗായ്സ്, സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാ നമ്മൾ പറയുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. അങ്ങോട്ട് അടിപൊളി സീനറിയാണ്. എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അവസരം കിട്ടുക എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകണം. ലൈഫിൽ നമ്മളിതൊക്കെ ആസ്വദിച്ചറിയണം. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇത് ശ്രദ്ധിച്ചിട്ട് കയറി ഇറങ്ങുക. അങ്ങനെതാ മക്കളെ ഊട്ടിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വീടുകൾ കാണുന്നുണ്ടോ? അതിൻ്റെ മേലേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാണാൻ പറ്റും. ഒരു കുന്ന് തന്നെയാണ്. ഇതൊക്കെ ഡ്രൈവ് ചെയ്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അതാ നമ്മൾ മേലൊക്കെ കാണുന്നില്ല, ചെറിയ ചെറിയ കേക്ക് തണുപ്പ്. ഊട്ടീൻ്റെ തണുപ്പ് എന്താണെന്ന് നമ്മളിപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കോട കണ്ടോ നിങ്ങൾ? ഊട്ടി നമ്മളെ വരവേൽക്കുകയാണ്. എൻ്റെ അമ്മോ, അതൊക്കെ ശരിക്കും കാണുക തന്നെ വേണം കേട്ടോ. ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നമ്മൾ അനുഭവിച്ചറിയണം. ഇതാ ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി അങ്ങോട്ട് നമുക്ക് കാണാം. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് ആസ്വദിക്കും. ഓരോരുത്തർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് കോടൻ്റെ ഒരു മൂടൽ മഞ്ഞ് തന്നെ ആയിരിക്കും. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ വളരെ കെയർ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുക. ഇതൊക്കെ കാണുമ്പോഴാണ്, ഈ കോടമഞ്ഞു ഇതൊക്കെ കാണുമ്പോഴാണ് ഊട്ടിയിലേക്ക് വീണ്ടും വീണ്ടും നമുക്ക് വരാൻ വേണ്ടി തോന്നുന്നത്. എന്താണ്, നമ്മളെന്നൊരു 5ാമത്തെ വട്ടറ്റാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. കാരണം നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഊട്ടി എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അങ്ങനെ നമ്മളിതാ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ പിന്നെ കുതിര സവാരി ഇഷ്ടംമാതിരി ഉണ്ട് മക്കളെ. പക്ഷെ മഴയും പെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടതാ ഊട്ടി കാണുന്നുണ്ടാവും. അടിപൊളിയല്ലേ? അങ്ങനെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല മഴയായിരുന്നു. പോയ ദിവസം നല്ല മഴ ആയതുകൊണ്ട് കണ്ടില്ലേ, ബാക്കിലൊക്കെ ബോട്ടിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അടിപൊളിയാട്ടോ കാഴ്ചകൾ. മഴ പെയ്തതിനെ കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും. ഇനി അടുത്ത നമുക്ക് ഊട്ടി ട്രെയിനിലേക്കൊന്ന് പോയി നോക്കാം. ഊട്ടി ഒരാൾക്ക് ടിക്കറ്റ് ഫീ വന്നിട്ട് 60 രൂപ ആണ്. 10 മിനിറ്റാണ് നമുക്ക് ഇതിലേക്ക് കയറാനുള്ള അനുമതി ഉള്ളത്. ടിക്കറ്റ് എടുത്തോന്ന് വന്നെടുക്ക് നമുക്ക് പരിശോധിക്കും. മിനി ട്രെയിൻ സ്റ്റേഷൻ കണ്ടില്ലേ?
പോകണ്ട. പാർട്ട് 1 ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു രക്ഷയില്ല. ഒക്കെ തണുപ്പും മഴയൊന്നും ഒരു പ്രശ്നമല്ല. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അപ്പം കിട്ടണം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ see you. Bye bye. Take care.